Welcome to Stardom with Chittu Susan. Bold and beautiful, beauty with brains, ഒരു ഫെമിനിസ്റ്റ് ഐക്കൺ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. പ്ലീസ് വെൽക്കം ദ ടാലന്റഡ് ആൻഡ് വേഴ്സറ്റൈൽ മഞ്ജു വാര്യർ. താങ്ക് യു. വെൽക്കം ടു സ്റ്റാർഡം മഞ്ജു. താങ്ക് യു. വേട്ടയിലെ ശ്രീ ബാല IPS ഒരു പോലീസ് വേഷം അഭിനയിക്കാൻ ഒത്തിരി റെഫറൻസസ് പോലീസ് സ്റ്റേഷനിൽ കയറി അങ്ങനെയൊക്കെ ചെയ്തായിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു റെഫറൻസ് ഒന്ന് ഞാൻ ചോദിച്ചിരുന്നു രാജേഷിൻ്റെ അടുത്ത്. ഇത് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലുമൊക്കെ റെഫറൻസ് ഞാൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ രാജേഷ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു റെഫറൻസും എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ള ഒരു ആവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എങ്ങനെ നാച്ചുറലായിട്ട് വരുന്നു അതായിരുന്നു രാജേഷിന് കൂടുതൽ വേണം ആ ഒരു ആവശ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കൂടുതൽ സിനിമകൾ കണ്ടോ പോലീസ് വേഷം എന്ന് പറയുമ്പോൾ? ഇല്ല, ഞാൻ ബോഡി ലാംഗ്വേജ് അല്ലേ? അത് രാജേഷിന്റെ ഗൈഡൻസിൽ കംപ്ലീറ്റ് ആയിട്ട് രാജേഷിനെ ട്രസ്റ്റ് ചെയ്തിട്ട് അതങ്ങ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നും എടുക്കരുതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ആക്ച്വലി മൾട്ടി സ്റ്റാർ മൂവിയാണ് ഇന്ദ്രജിത്ത് യു ചാക്കോച്ചൻ. അങ്ങനെ ഒരു മൾട്ടി സ്റ്റാർ മൂവി വരുമ്പോൾ ഒരു ഇമ്പാക്ട് ഓൺ വ്യൂവേഴ്സ് മഞ്ജുവിന്റെ പ്രസൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇസ് ഇറ്റ് ഡിഫിക്കൾട്ട് അത്രയും മൾട്ടി സ്റ്റാർ മൂവീസ് വരുമ്പോൾ? ഇല്ല, അത് ഈ ഒരു സിനിമയിൽ ആക്ടേഴ്സ് അല്ല ഉള്ളത്, ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് വേണ്ടി എഴുതപ്പെട്ട ക്യാരക്ടർ നമ്മൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് പിന്നെ ഈ പറയുന്നത് ഒരു ആക്ടർ മാത്രം ഉള്ളത് കൊണ്ടോ ഒരു ആക്ടർ മാത്രം നന്നായിട്ട് പെർഫോം ചെയ്തത് കൊണ്ടോ ഒരിക്കലും ഒരു സിനിമ സക്സസ്ഫുൾ ആവും എന്ന് കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. അതിപ്പോൾ ഡയറക്ടർ തൊട്ട് പ്രൊഡ്യൂസർ തൊട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏറ്റവും സിൻസിയർ ആയിട്ടുള്ള ഒരു കഠിനമായിട്ടുള്ള ഒരു അധ്വാനം ഒരു സിനിമയുടെ റിസൾട്ടിന് പുറകിലുണ്ട് എന്ന്. ആക്ച്വലി ചാക്കോച്ചൻ ആൻഡ് മഞ്ജു ചേച്ചി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഡുവോ ആൻഡ് കോമ്പാക്ട് ഓൺ സ്ക്രീൻ സക്സസ്ഫുൾ പെയർ ആണ് ഇപ്പോഴത്തേത്. ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഓഫ് എ കപ്പിൾ വരാൻ വേണ്ടി അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഇതിപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ചാക്കോച്ചൻ്റെ കൂടെ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമ ഹൗ ഓൾഡ് ആർ യു ആയിരുന്നു. അതിനുശേഷം വേട്ടയാണ്. ദൈവം അനുഗ്രഹിച്ച് 2 സിനിമകളും പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അത് അങ്ങനെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് അതിന് പിന്നിലൊരു പ്രത്യേകിച്ച് കാരണം ഇപ്പം ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ നല്ല കെമിസ്ട്രി ഉണ്ടാവുമായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക്. അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ ചിലപ്പോൾ അതൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഞാനും ഇന്ദ്രനും അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പൊ ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത 2 സിനിമകളിലെ ഞങ്ങളുടെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. Life is a hunt, and it's we who choose whether to hunt or to be hunted. സിനിമേൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേട്ടയിൽ രാജേഷ് പിള്ളയുമായിട്ട് ഇറ്റ് വാസ് എ ബിഗ് ലോസ് ഫോർ ദ ഇൻഡസ്ട്രി റീസെൻ്റ്ലി ദാറ്റ് വി ഹാവ് ഹാഡ്. രാജേഷ് പിള്ളയെ ആസ് എ പേഴ്സണാലിറ്റി മഞ്ജു എങ്ങനെ ഓർക്കുന്നത്? ഞാൻ ആദ്യമായിട്ട് രാജേഷിനെ ഫോണിലാണ് സംസാരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാജേഷിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യണത്. അപ്പോൾ തന്നെ എനിക്കറിയാം, കാരണം നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഈ സ്ക്രിപ്റ്റ് ഫുൾ വായിച്ചതിന് ശേഷം നമ്മുടെ അഭിപ്രായങ്ങൾ എന്താണ്, ഞാൻ അതിൽ കണ്ടുപിടിച്ച തെറ്റുകൾ എന്താണ് എന്ന് അറിയാൻ ഉള്ള അതായിരുന്നു രാജേഷിൻ്റെ ഏറ്റവും ആദ്യത്തെ ചോദ്യം. ഇതിൽ മഞ്ജുവിന് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അതായത് ഇപ്പം ഞാൻ മാത്രമായിട്ട് എല്ലാവരുമായിട്ടും ഇതുപോലുള്ള സിറ്റിങ്സ് ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സജഷൻസൊക്കെ ഇത്രയും പോസിറ്റീവായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന രാജേഷിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ ചെറിയ അഭിപ്രായങ്ങൾ പോലും അത്രയും വാല്യുബിൾ ആയിട്ട് എടുത്ത് കഥയിൽ ശരിയാണ് ഇങ്ങനെ ഒരു ലൂപ്പ് ഹോൾ അതുകൊണ്ട് ഉണ്ടാവാം എന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ അതൊക്കെ സിനിമയെ ഇത്രമാത്രം പാഷനേറ്റ് ആയിട്ട് ഞാൻ അധികം പേരെ കണ്ടിട്ടില്ല. സിനിമകളെ കുറിച്ചാണ് മുഴുവൻ സംസാരിക്കാനുള്ളത്. കണ്ട സിനിമകളെ കുറിച്ച് ഞാൻ കാണണം എന്ന് രാജേഷ് വിചാരിക്കുന്ന സിനിമയുടെ വലിയൊരു കളക്ഷൻ തന്നെ രാജേഷിൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്നതാണ് രാജേഷിൻ്റെ എന്താ പറയുക, ശ്വാസവും ജീവിതവും ഒക്കെ സിനിമയാണ്. രാജേഷ് ആസ് എ പേഴ്സണാലിറ്റി എത്രത്തോളം ഒരു രാജേഷിന്റെ ഏറ്റവും ഡൗൺ ടു എർത്തും കുട്ടികളെ പോലെയാണ്.
അതൊരു പെക്യുലർ വോയിസ് ആണല്ലേ രാജേഷ്? അതെ. അപ്പോൾ ഈ ഷൂട്ടിങ്ങിന്റെ സമയത്ത് രാജേഷ് തന്നെ പറയും, ചില ഡയലോഗ് പറയുമ്പോൾ എൻ്റെ ശബ്ദത്തിലല്ല, അത് നല്ല ശബ്ദത്തിൽ വേറെ പറഞ്ഞോളാം പറയും. അപ്പോൾ പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണെങ്കിൽ രാജേഷിൻ്റെ എനിക്ക് ഏറ്റവും റെസ്പെക്റ്റ് തോന്നി, എനിക്ക് ഏറ്റവും ട്രസ്റ്റ് രാജേഷിൽ. അപ്പോൾ നമുക്ക് അറിയാം, ട്രാഫിക് എന്ന് പറഞ്ഞ ഒരു സിനിമ തന്നെ അതിൽ രാജേഷ് എന്നൊരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പിൻ്റെ തെളിവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ത്രില്ലർ കൈകാര്യം ചെയ്യാനുള്ള രാജേഷിൻ്റെ ഒരു ക്രാഫ്റ്റിൽ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഇതിൽ ശരിക്കും വന്ന് ജോയിൻ ചെയ്തത് ജോ ആൻഡ് ദ ബോയ് എന്ന് പറഞ്ഞ സിനിമയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം എനിക്ക് വേട്ടയിൽ ഇല്ല, എനിക്ക് അതിനുള്ള ഒരു സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വേഷവും അതിലേക്കുള്ള ഒരു പരിചയക്കുറവ് എനിക്ക് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു റെഫറൻസ് ഒന്നും എടുത്ത് പ്രിപ്പയർ ചെയ്യരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനുള്ള സമയവും കിട്ടിയില്ല. അപ്പോൾ ആദ്യത്തെ ഒരു 3-4 ദിവസം ഞാൻ തന്നെ കുറച്ച് അൺസ്റ്റേബിൾ ആയിരുന്നു. എനിക്ക് എവിടെ എത്രമാത്രം ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ, ചെറുതല്ല, നല്ല വലിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ രാജേഷിൻ്റെ ഗൈഡൻസ് മാത്രം ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുകയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ സീൻ ഇവിടെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു എക്സ്പ്രഷൻ കൊടുക്കുന്നത്, അങ്ങനെ എന്നുള്ള പല സംശയങ്ങളും എനിക്ക് തോന്നിയിരുന്നു. അതൊക്കെ ഞാൻ ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെ എന്ത് എക്സ്പ്രഷൻ വേണം എന്നുള്ള ആദ്യത്തെ ഒരു 3-4 ദിവസം പ്രോപ്പറായിട്ട് രാജേഷ് പറഞ്ഞത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഒരാഴ്ച ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ റഷസ് കണ്ടപ്പോഴാണ് ആ പറഞ്ഞതിനൊക്കെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അപ്പം തന്നെ നമുക്കും ഓക്കെ അതുകൊണ്ടാണ് അല്ലേ എന്ന് തോന്നിയിട്ട് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്കും ആ ഒരു ക്യാരക്ടർ പിടികിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങ് പോയി, കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ക്ലാരിറ്റി അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു എല്ലാവരിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്ത് എല്ലാ ഡയറക്ടേഴ്സിലും എന്ത് വേണ്ട എന്നുള്ളതാണ് ആദ്യം അവർക്ക് കറക്റ്റായിട്ട് ക്ലാരിറ്റി ഉള്ളത്. നമ്മുടെ ഒരു പേഴ്സണാലിറ്റി കുറെയൊക്കെ അതിൽ റിഫ്ലക്ട് ചെയ്യുമല്ലോ, ഒരു ആക്ടിങ്ങിൽ പോകുമ്പോൾ കുറെയൊക്കെ റിഫ്ലക്ട് ചെയ്യും. അപ്പം വേണ്ട എന്ന് വെക്കണ്ടായിരിക്കും ആദ്യം. എന്ത് വേണം എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ എന്ത് വേണ്ട, ഇങ്ങനെ ആയിരിക്കരുത് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി അത് വെച്ച്. പിന്നെ രാജേഷ് പറഞ്ഞു, ഞാൻ പറഞ്ഞു ശ്വാസം ബ്രീത് ചെയ്യുന്നത് പോലും സിനിമയാണ്. ഉറക്കത്തിലും ഊണിലും ഉറക്കത്തിലും ഒക്കെ സിനിമ മാത്രമേ ഉള്ളൂ രാജേഷിന്. അപ്പോൾ ആ ഒരു ക്ലാരിറ്റിയും ആ ഒരു കൺവിക്ഷനും തീർച്ചയായിട്ടും ഈ സിനിമയിലും കാണാം.